ഹലോ ഗൈസ്, അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആതിര മൂണായിട്ട്. അപ്പോൾ നമ്മളിതാ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ പുലർച്ചെ 4-4:30 ആയപ്പോൾ എണീറ്റ് പോവുകയാണ്. പിക്ക് ചെയ്യാനായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആളുടെ വീടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ കുറയ്ക്കുകയാണ്. പുതിയ ആൾക്കാരാണല്ലോ, അങ്ങനെ. അപ്പോൾ അതാ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയായിരുന്നു. നല്ല ഉറക്കക്ഷീണമുണ്ട് നേരത്തെ എണീറ്റത് കൊണ്ട്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇതാ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് എല്ലാ പുട്ടിയും കയറ്റി കഴിഞ്ഞിട്ട് വേണം ഷൂട്ടിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ അത് കറക്റ്റ് ഒരു 2 കുരു മുഖത്ത് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണാനുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കറക്റ്റ് വന്നിരിക്കുന്ന കുരുവാണ്. അതങ്ങനെയാണ്, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആ ടൈമിലേക്ക് തന്നെ 1-2 കുരുക്കൾ എവിടുന്നേലൊക്കെ തലപൊന്തിക്കും. അങ്ങനെ ഇതാ എല്ലാം മേക്കപ്പ് ഫുള്ളായി കഴിഞ്ഞ് നമ്മളിതാ അമ്പലൂരുള്ള ഷൂട്ടിംഗ് വില്ലേജിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരൊക്കെ വന്ന് വെയിറ്റിംഗ് ആണ്. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ചേച്ചി ഇതാ സ്പീഡിൽ കാർ ഓടിക്കുന്നുണ്ട്. എന്നിട്ട് വേഗം എന്താ അവിടെ എത്തി. അപ്പോഴും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ 4-4:30 മണിക്ക് എണീറ്റിട്ട് ഇതുവരെയായിട്ടും ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് ഹോട്ടലുകളും ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ഒരു ഉഴുന്നുവടയാണ് ആ ചേച്ചി ഒപ്പിച്ചത് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഉഴുന്നുവട തന്നെയാണ് നമ്മളൊരു പുലർച്ചെ തൊട്ടൊരു ഉച്ച വരെ നിന്നത്. എനിക്ക് പിന്നെ പോസ് ചെയ്യാനൊക്കെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തളർന്നാകെ ഞാൻ കുഴഞ്ഞു തുടങ്ങി. എന്നാലും പോസ് ചെയ്തു. അത് കാരണം ചിരി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മുഖത്ത്. ഇടയ്ക്കിടയ്ക്ക് സാരി ഇതൊക്കെ ചേച്ചി എനിക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര കെയറിങ് ആയിരുന്നു ചേച്ചി. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതാ വേഗം തന്നെ ഒരു ഹോട്ടലിലേക്ക് അടിച്ച് കയറി. എൻ്റെ മുല്ലപ്പൂന്ന് ബാക്കിയുള്ള മുല്ലപ്പൂവൊക്കെ വന്നപ്പോൾ അമ്മ അതെടുത്ത് തള്ളി വെച്ചിട്ടുണ്ട് കുറേ. കയറി ഇവിടെ ഇരുന്നപ്പോൾ അതാ വീണ്ടും ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയി. അങ്ങനെ അവസാനം ഫുഡൊക്കെ കിട്ടി. നമ്മളവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ടീച്ചർ വീട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു പോയത്. അവിടെ ചെന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എനിക്ക് വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ കാറിൽ വേഗം ചേച്ചി എന്നെ മെയിൻ റോഡിലാക്കി തന്നു. അപ്പോൾ കൂടെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വേറൊരു കാറിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഞാൻ കാർ വഴി നമ്മൾ അടുത്ത പ്രോഗ്രാമിന് പോവുകയാണ്. ഇതാ മാതൃഭൂമിയുടെ ഓഫീസാണിത്. അപ്പോൾ ഈ ഓഫീസിൻ്റെ മുകളിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്ലബ് എഫ്എമ്മിൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ചെയ്ത പ്രൊജക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു യൂഷ്വൽ ടോക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ RJ വിനീതേട്ടൻ എന്ന് പറയണത്. അപ്പോൾ ചേട്ടനാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അത് കാരണം അധികം ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് വന്നപ്പോൾ. പക്ഷേ ആളുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല എന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ ഒരു ഭീകരത മണത്തെങ്കിലും പക്ഷെ അത്രയൊന്നുമില്ല. അങ്ങനെ ഭയങ്കര നമ്മളെ ടെൻഷനൊക്കെ മാറ്റി കൂളാക്കി ഇരുത്തി. നല്ല നല്ല കുറേ കാര്യങ്ങൾ ചോദിച്ചു, എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എനിക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. അങ്ങനെ സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 8 മണി തൊട്ട് 10 മണി വരെയുള്ള പ്രോഗ്രാമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് വരാനുള്ള ടൈമായി. അപ്പോൾ ഒരു 1-1.5 മണിക്കൂർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ആ ഒരു ദിവസം കഴിയാറായി. രാവിലെ പുലർച്ചെ ഇറങ്ങിയതാണ്. ഭയങ്കര ടയർഡാണ്. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് ഉറങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-5:30-6 മണിയായിട്ടാണ് നമ്മൾ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കേ.